Hi. In the last class we were discussing about total reflecting prisms. Okay. അപ്പോൾ അതിൻ്റെ പല രീതികളിലുള്ള യൂസുകളെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആദ്യം അപ്പോൾ അത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, സോ ഹൗ ക്യാൻ യു ടേൺ എ ലൈറ്റ് റേ ത്രൂ ആൻ ആംഗിൾ 90 ഡിഗ്രി യൂസിങ് എ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം. സോ അടുത്ത് ചോദിക്കുന്നത് ഹൗ ക്യാൻ യു ടേൺ എ ലൈറ്റ് റേ ത്രൂ 180 ഡിഗ്രി യൂസിങ് സച്ച് എ പ്രിസം. അപ്പോൾ ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ റേ ഡയഗ്രം നമുക്ക് തുടങ്ങാം. ഒരു സിമ്പിൾ സാധനം. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ രണ്ട് ഫേസുകളും ഐഡൻറ്റിക്കലാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. എത്ര വെച്ച് വരും? ഇപ്പോൾ ഈ ആംഗിൾ 90 ആണെന്നറിയാം. അപ്പോൾ ആംഗിൾ രണ്ടും എത്ര വെച്ച് വരും? 45 വെച്ച് വരും. ഓക്കെ, അപ്പോൾ ലൈറ്റ് വരികയാണ്. ഇതാ ഇൻസിഡൻറ്റ് ലൈറ്റ് വരുന്നു, കണ്ടോ? ഇവിടെ വന്ന് വീണത് 90 ഡിഗ്രിയിലാണ്. വന്ന് വീണാൽ ദർ ഈസ് നോ ഡീവിയേഷൻ ഫോർ ഇറ്റ്. അത് അതുപോലെ ഒന്ന് ഇവിടെ വീഴും, ആണല്ലോ. ലൈറ്റ് ഇവിടെ വന്ന് വീണു. നിങ്ങൾ നോക്കൂ, ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. നിങ്ങൾ നോക്കൂ, ഇതാ ഇവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇതൊരു ലൈൻ. ഓക്കെ, ഈ ലൈനെ ഞാൻ കണ്ടിന്യൂസ് അങ്ങ് വരയ്ക്കാം. ഇത് അടുത്തൊരു ലൈനായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇത് ട്രാൻസ്വേഴ്സലായിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എങ്ങനെ ഇരിക്കും? സെയിം ആയിരിക്കും, സംശയമൊന്നുമില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നോക്കൂ, ലൈറ്റ് ഇവിടെ വന്ന് ഇടിച്ചു, ആണല്ലോ. നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്കൊരു നോർമൽ വരയ്ക്കാം. അപ്പം ഞാനൊരു നോർമൽ വരച്ചു, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പം നോർമൽ വരച്ചു. ഈ ആംഗിൾ എത്ര വരും നോക്കൂ. ഇത് ഇൻസിഡൻറ്റ് റേ ആണ്. ഈ ആംഗിൾ 90 ആണ്. ഈ ആംഗിൾ 45 ആണ്. ഈ ആംഗിളും 45 ആണ്. അപ്പോൾ ഇവിടെ ഫുൾ ഇത് നോർമൽ ആവുകൊണ്ട് ഈ ആംഗിളും എത്രയായിരിക്കും? 45 ആയിരിക്കും. നിങ്ങൾ നോക്കൂ, ഈ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് അറൗണ്ട് 40 ഡിഗ്രിയാണ്. അപ്പം നിങ്ങളിപ്പോൾ ലൈറ്റ് വന്ന് വീഴുന്നു. ഈ ഇൻസിഡൻറ്റ് റേയും നോർമലും ആയിട്ടുണ്ടാക്കുന്ന ഈ ആംഗിൾ 45 ആണല്ലോ. ഈ 45 ആണെങ്കിൽ അത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ലൈറ്റിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ ലൈറ്റ് അതേ ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വരും. അപ്പോൾ 45 ഡിഗ്രി തന്നെ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വരും. റിഫ്ലക്റ്റ് ചെയ്ത് വന്നു, ഇവിടെ വന്ന് വീണു. ഇപ്പോൾ എങ്ങനെ വീണത്? 90 ഡിഗ്രിയിലാണ് വീണത്. സോ ദർ ഈസ് നോ ഡീവിയേഷൻ ഫോർ ഇറ്റ്. ലൈറ്റ് ഇറങ്ങിപ്പോയത് കണ്ടോ? അപ്പോൾ ലൈറ്റിനെ നിങ്ങളിപ്പോൾ എത്ര ഡിഗ്രി ടേൺ ചെയ്തു? 90 ഡിഗ്രി ടേൺ ചെയ്താണ് ഇപ്പോൾ കണ്ടത്. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? സോ യു ക്യാൻ ടേൺ ലൈറ്റ് റേ ത്രൂ 90 ഡിഗ്രി യൂസിങ് വിച്ച് പ്രിസം? ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം. ഒന്നും കൂടെ ഞാൻ കാണിക്കാം. നിങ്ങൾ നോക്കൂ, ഇത് നമ്മുടെ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസമാണ്. See, these two faces are identical. Then so these two angles will be 45 each. This angle, it is 90 degree. Then you send a light ray like this. So it is falling normally. Okay, so there is no deviation for it. It passes like this. So ഇവിടെ വന്ന് വീണു. ഈ പോയിന്റിൽ ഒരു നോർമൽ വരച്ചു. ഓക്കെ, നോർമൽ വരച്ചു. ലൈറ്റിന് എന്ത് സംഭവിക്കും? നിങ്ങൾ നോക്കൂ, ഇവിടെ ഇൻസിഡന്റ് റേ ആണല്ലോ. ഇത് നോർമലാണ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ എത്ര വരും? 45 വരും. ഇപ്പം എന്താ, ഇത് ഒരു ട്രയാങ്കിൾ ആണ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, നിങ്ങൾക്കറിയാം. ഇത് 90 ആണ്, ഇത് 45 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് 45 ആയിരിക്കും. സോ ദിസ് ആൾസോ വിൽ ബി 45. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻസിഡന്റ് റേ നോർമൽ, ഇടയ്ക്കുള്ള ആംഗിൾ 45. ഇത് ഗ്ലാസ് കൊണ്ടല്ലേ പ്രസം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ അറൗണ്ട് 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇപ്പോൾ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത് 45 ആണ്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. സോ വാട്ട് വിൽ ഹാപ്പൻ? ലൈറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. സോ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വരും, മേക്കിംഗ് ദ സെയിം ആംഗിൾ. ഓക്കെ, ഈ ലൈറ്റ് ഇതാ ഇവിടെ വന്ന് വീഴുന്നു, 90 ഡിഗ്രിയിൽ വീഴുന്നു. എന്നിട്ട് ദർ ഈസ് നോ ഡീവിയേഷൻ ഫോർ ഇറ്റ്. 90 ഡിഗ്രിയിൽ വീണാൽ ഡീവിയേഷൻ ഇല്ലല്ലോ. സോ വി ടേൺ ദ ലൈറ്റ് റേ ത്രൂ ആൻ ആംഗിൾ 90 ഡിഗ്രി യൂസിങ് വിച്ച് പ്രിസം? ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം. അപ്പോൾ ഇതൊക്കെ വരച്ചു ഓടിച്ചോണം. ഇപ്പോൾ കൂടുതൽ അതിനകത്ത് റിസർച്ച് നടത്തണ്ട. ഇനി നമുക്ക് ഇതേ പ്രിസം ഉപയോഗിച്ച് ലൈറ്റിനെ 180 ഡിഗ്രി ടേൺ ചെയ്യിക്കാം. നോക്കൂ, ഇവിടെ നോക്കൂ, നമ്മുടെ ഇവിടെ സെയിം പ്രിസമാണ്. ഓക്കെ, ഇപ്പോൾ ഈ ആംഗിൾ 90 ആണ്. ഓക്കെ, ദെൻ ഈ രണ്ട് ഫേസുകളും എത്ര ഐഡൻറ്റിക്കലാണ്? ഇപ്പോൾ ഈ രണ്ട് ആംഗിൾസും 45. ഓക്കെ, ഇതാ ഇവിടെ നിന്നൊരു ലൈറ്റ് വരുന്നു. ലൈറ്റ് ഇങ്ങനെ വരുന്നു. ഇൻസിഡൻറ്റ് റേ ആണ്, 90 ഡിഗ്രിയിലാണ് ഇവിടെ വന്ന് വീണത്. ദർ ഈസ് നോ ഡീവിയേഷൻ. നേരെ ഇവിടെ വന്ന് വീണു, ആണല്ലോ. ഈ പോയിന്റിൽ ഒരു നോർമൽ വരയ്ക്കാം. നിങ്ങൾ നോക്കൂ, നോർമൽ വരച്ചു. ഇൻസിഡൻറ്റ് റേ നോർമൽ, ഇടയ്ക്കുള്ള ഈ ആംഗിൾ എത്ര വരും? പറയൂ, എത്ര വരും? ഈ ആംഗിൾ 45 ആണ്. ഈ ആംഗിൾ അപ്പോൾ 45. അപ്പോൾ ഇതും 45. ഓക്കെ, സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. സോ വാട്ട് വിൽ ഹാപ്പൻ? Light turns through an angle, light gets reflected, making the same angle. Okay, so light നേരെ ഇവിടെ വന്ന് വീഴും. ഓക്കെ, ഇവിടെ ഒരു നോർമൽ വരച്ചു. ഓക്കെ, വരച്ചു. ഇനി നിങ്ങൾ പറയൂ, ഈ ലൈറ്റിന് എന്ത് സംഭവിക്കും? ഇതാണ്
നമ്മുടെ ഏതാ ഇവിടെ ഒരു ട്രയാങ്കിളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോം ചെയ്ത് വയ്ക്കാം. നിങ്ങൾ നോക്ക്, ഇത് എത്ര 45, ഇത് 45. നോക്കൂ, ഇത് നമ്മുടെ ലൈറ്റ് വരികയാണ്. ഇതിനെ ഇൻസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യൂ. ഇവിടെ നോർമൽ, ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടാൽ അറിയാം. അപ്പോൾ നമുക്ക് അതേ ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരും. കണ്ടോ, അപ്പോൾ അതേ ആംഗിൾ റിഫ്ലക്റ്റ് ചെയ്ത് വന്നു. നിങ്ങളിപ്പോൾ നോക്കൂ, ലൈറ്റിനെ അങ്ങോട്ട് വിട്ടു, ലൈറ്റ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അങ്ങോട്ട് പോയ ലൈറ്റ് തിരിഞ്ഞു വന്നു. അപ്പോൾ ലൈറ്റ് എത്ര ഡിഗ്രി ടേൺ ചെയ്ത്? 180 ഡിഗ്രി ടേൺ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് കണ്ടാൽ കോമൺ സെൻസ് ഉള്ളവന് മനസ്സിലാവുന്ന കേസ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ റിസർച്ച് നടത്തരുത്. സോ ലിസൺ, see this is a total reflecting prism. Okay, see this angle 45, this angle 45, this angle 90, then incident light, okay, falling at 90 degree, so falls here. So from this point it reflects. Okay, so the ഇങ്ങനെ reflect ചെയ്തു വന്നു. Then here also there is a normal, so what will happen? It again reflects, making the same angle. Then it falls here at 90 degree, reflect, comes back. So light turns through an angle 180 degree. Okay, so light can be turned through an angle 90 degree or 180 degree using which prism? Total reflecting prism. Okay, ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഒരു കാര്യം കൂടെ ഇതിലങ്ങ് പറഞ്ഞു വിടാം. ബൈസൈക്കിൾ റിഫ്ലക്ടർ. ബൈസൈക്കിൾ റിഫ്ലക്ടർ. ഓക്കെ, നിങ്ങൾ നമ്മുടെ സൈക്കിളില്ലേ, നമ്മുടെ സാധാരണ സൈക്കിളിൻ്റെ ഒക്കെ പിറകിൽ ഒരു റിഫ്ലക്ടർ വെച്ച് ഒട്ടിച്ചിരിക്കുന്ന കണ്ട് കാണും. ഓക്കെ, ഒരു ചെറിയൊരു ലൈറ്റ് പോലത്തെ ഒരു സാധനം. അത് അതിനകത്ത് ലൈറ്റൊന്നും കത്തത്തില്ല, അതിരുന്ന് തിളങ്ങും. വേറെ ഏതെങ്കിലും ലൈറ്റ് സോഴ്സ് അതിൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഇരുന്ന് തിളങ്ങുന്നതാണ്, ഷൈൻ ചെയ്യുന്നതാണ്. രാത്രിയിലൊക്കെ കണ്ടിട്ടില്ലേ, പിള്ളേരൊക്കെ സൈക്കിൾ ഓട്ടിക്കൊണ്ട് പോകുമ്പോൾ ബാക്കിൽ നമ്മൾ വണ്ടി ഓടിച്ച് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് അതിൽ ചെന്ന് അടിച്ചിട്ട് അതിരുന്ന് ഷൈൻ ചെയ്യുന്നതാണ്, തിളങ്ങുന്നതാണ്. അപ്പോൾ ആ സാധനത്തിൻ്റെ പേരാണ് റിഫ്ലക്ടർ. അപ്പോൾ ബൈസൈക്കിൾ റിഫ്ലക്ടർ, ആ സാധനത്തിന് നിങ്ങൾ അതിൻ്റെ പൊട്ടിയ പീസോ അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇളക്കി നോക്കിയാൽ അതിനകത്ത് കുറേ മുള്ള് പോലത്തെ സാധനങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾ ഇളക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ആ സാധനം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനകത്ത് കുറേ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസംസ് ആണ്, ഇതുപോലെ ഇരിക്കും. ഓക്കെ, കുറേ എണ്ണം കാണും. ഓക്കെ, ഞാനിപ്പോൾ 2 എണ്ണം വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഇതേപോലത്തെ കുറേ എണ്ണം കാണും. ഓക്കെ, ഈ ആംഗിൾ എത്രയാ? 90 ആണ്. ഈ ആംഗിൾ എത്ര? 45 ഈച്ചാണ്. ഓക്കെ, ഇനി നമ്മുടെ വണ്ടിയിൽ നിന്നുള്ള ലൈറ്റ് ഇതാ അങ്ങോട്ട് ചെല്ലുന്നു ഇതുപോലെ. ഓക്കെ, ഇനി ബാക്കിയൊന്നും ഞാൻ വരയ്ക്കുന്നില്ല. നേരെ അവിടെ ചെന്നിടിക്കുന്നു, അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, അത് തിരിച്ചു വരുന്നു. ഓക്കെ, ലൈറ്റ് എത്ര ഡിഗ്രി ടേൺ ചെയ്തു? 180 ഡിഗ്രി. നമ്മുടെ വണ്ടിയിൽ നിന്നുള്ള ലൈറ്റാണ്, അങ്ങോട്ട് പോയി തിരിച്ചു വന്നു. അപ്പം നമ്മുടെ കണ്ണിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ഒരു സാധനം ഇരിപ്പുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഇനി നമ്മുടെ വണ്ടിയിൽ നിന്നുള്ള അടുത്ത ലൈറ്റ് ഇതാ ഇവിടെ വന്ന് വീണു. ഓക്കെ, ഇതാ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു, തിരിച്ചു വന്നു. കണ്ടോ, ലൈറ്റ് വീണ്ടും എത്ര ഡിഗ്രി ടേൺ ചെയ്തു? 180. അപ്പോൾ ആ സാധനം നമുക്ക് വിസിബിൾ ആവും. ഇപ്പോൾ ഈ ബൈസൈക്കിൾ റിഫ്ലക്ടറിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസമാണ്. ലൈറ്റ് ടേൺസ് ത്രൂ ആൻ ആംഗിൾ 180 ഡിഗ്രി. എന്നിട്ട് ഒരു റേ ഡയഗ്രം കൂടെ വരച്ചിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ വാട്ട് ഡു യു നോ അബൌട്ട് ബൈസൈക്കിൾ റിഫ്ലക്ടർ? ഇൻ എ ബൈസൈക്കിൾ റിഫ്ലക്ടർ there will be so many bicycle reflector is an arrangement of so many total reflecting prisms. Then light falling on such a prism turns through an angle 180 degree and returns back to our eyes. Thus the reflector will be visible to us. Okay, ഇത്രയും മാത്രം മതി. സോ കൂടുതൽ ആഡംബരം വേണ്ട. സോ ബൈസൈക്കിൾ റിഫ്ലക്ടർ is made up of so many total reflecting prisms. Light falling on such a prism turns through an angle 180 degree and reaches our eyes. Thus the reflector will be visible to us. So ഇത്രയേ ഉള്ളൂ. So this is about bicycle reflector. Then you draw this figure. Okay, കുഴപ്പമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ്, ഇൻവേർഷൻ ഓഫ് ഇമേജ്. ഓക്കെ, ഒരു ഇമേജിനെ ഇൻവേർട്ട് ചെയ്യുന്നു. ഇൻവെർട്ടഡ് ഇമേജ് ഈസ് കൺവേർട്ടഡ് ടു ആൻ ഇറക്റ്റ് ഇമേജ് യൂസിങ് എ പ്രിസം. അപ്പോൾ അതിൻ്റെ ഒരു റേ ഡയഗ്രമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. സി ഹിയർ ഐ ഹാവ് എ പ്രിസം ഓഫ് ദിസ് ഷേപ്പ്. ഈ ഷേപ്പിലുള്ള ഒരു പ്രിസം ഉണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ഇതിനകത്ത് ലൈറ്റ് വീഴുകയാണ്. ഒരു ഇൻവെർട്ടഡ് സാധനം ഇവിടെ ഇരിക്കുകയാണ്. സി ഇതിൽ നിന്നുള്ള ലൈറ്റ് വീഴുകയാണ്. കണ്ടോ, 2 ലൈറ്റ് റൈസ് വീണു. കണ്ടോ, ഈ ലൈറ്റ് നമുക്കിവിടെ ഒരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഈ ലൈറ്റ് ഇപ്പോൾ ഏറെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്ത് സംഭവിക്കും? ബെൻസ് ടുവേഴ്സ് എ നോർമൽ. അപ്പോൾ ഇതെന്തായാലും ഇങ്ങോട്ടേ ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യും. ആണോ? ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യും. ആണല്ലോ, ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത് ഇറേസ് ചെയ്തിട്ട് ഒന്നുകൂടെ വരയ്ക്കാം. നിങ്ങൾ നോക്കും. സി ദിസ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രിസം. ഓക്കെ, ദെൻ see light is falling, so this is an inverted image. So light falls here,
then light turns like this, no problem, okay, no doubt. Then what will happen? See ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണെന്നിരിക്കട്ടെ. സി വാട്ട് വിൽ ഹാപ്പൻ? ലൈറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് മേക്കിംഗ് ദ സെയിം ആംഗിൾ. കണ്ടോ, ലൈറ്റ് അതേ ആംഗിൾ ഉണ്ടായിക്കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. കണ്ടോ, ഇപ്പോൾ അതേ ആംഗിൾ ഉണ്ടായിക്കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് വന്നു. ഇനി അടുത്ത ലൈറ്റ് കയറുന്നത് എങ്ങോട്ടാ? എയറിലോട്ടാണ്. അപ്പോൾ ഇത് ഇറങ്ങുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇറങ്ങി. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും നോക്കൂ, ഇറക്റ്റ് ആയിരിക്കും. എന്താ ഈ സാധനം നോക്കൂ, ഈ തല കണ്ടോ നിങ്ങൾ? ഈ തലയിൽ നിന്നുള്ള ലൈറ്റ് ഇതാ മണ്ടയിലല്ലേ വന്നത്, അപ്പോൾ ഇങ്ങനെയായി. കണ്ടോ, ഇനി കാലിൽ നിന്നുള്ള ലൈറ്റ് ഇതാ വരുന്നത് ഇതാ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വരയ്ക്കാൻ ചോദിച്ചാൽ ചുമ്മാ വരച്ച് ചോദിക്കുക. ഓക്കെ, ഇതിനകത്ത് കൂടുതലൊന്നും നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സി എന്താണ്, ഹൗ വിൽ യു എറക്റ്റ് ആൻ ഇമേജ്, ഹൗ വിൽ യു കൺവേർട്ട് ആൻ ഇൻവെർട്ടഡ് ഇമേജ് ടു എറക്റ്റ്. Okay, how will you convert an inverted image to erect image? Okay, next section, brilliance of diamond. നോക്കൂ, ഡയമണ്ട് അറിയാമല്ലോ നമുക്ക്, ഡയമണ്ട് നല്ല ഷൈനിങ് ആണ് അല്ലേ? അപ്പോൾ എന്താണ് ഡയമണ്ട് ബ്രില്യൻസിന് റീസൺ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഡയമണ്ടിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ വളരെ ചെറുതാണ്. സോ ഡയമണ്ടിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് അബൌട്ട് 24.4 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പോൾ ഡയമണ്ട് ഞാൻ വരയ്ക്കാം. ഇതാ നമ്മുടെ ഡയമണ്ട് ആണ്. ഓക്കെ, ദാ ഡയമണ്ട്. ഓക്കെ, അപ്പോൾ ഡയമണ്ട് ഇരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഇവിടെ ലൈറ്റ് വന്ന് വീഴാണ്. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് വന്ന് വീണു, ഓർഡിനറി ലൈറ്റ് വന്ന് വീണു. ഇവിടെ ഒരു നോർമൽ വരച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലൈറ്റ് ബെൻസ് ടുവേഴ്സ് നോർമൽ, നിങ്ങൾക്കറിയാം. അപ്പോൾ ലൈറ്റ് ഇതാ ബെൻഡ് ചെയ്ത് ഇങ്ങനെ വന്നു. ഓക്കെ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ഒരു നോർമൽ വരയ്ക്കാം. ഓക്കെ, എന്ത് സംഭവിക്കും? ലൈറ്റ് അതേ ആംഗിൾ ഉണ്ടായിക്കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരും. ആണോ? അപ്പോൾ ലൈറ്റ് ഇവിടെ വന്ന് വീണു. ഇനി എന്ത് ചെയ്യും? ഇവിടെ ഒരു നോർമൽ വരയ്ക്കുക. ലൈറ്റ് എന്ത് ചെയ്യും? അതേ ആംഗിൾ ഉണ്ടായിക്കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരും. ഓക്കെ, എന്നിട്ട് ഇത് ബാക്കിയൊക്കെ വരയ്ക്കണ്ട. ഇനി ബാക്കി വരയ്ക്കാൻ നിന്നെങ്കിൽ ഒരുപാട് വരയ്ക്കേണ്ടി വരും. അപ്പോൾ ലാസ്റ്റിൽ ഇത് ലൈറ്റ് നമുക്ക് പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഞാൻ പിക്ചറിൽ കാണിച്ചു? 2 എണ്ണം. അപ്പോൾ ഇതേപോലെ ഡയമണ്ടിലേക്ക് കയറുന്ന ലൈറ്റ് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ ഇന്നർ വോൾസിൽ തട്ടിയിട്ട് ഇതുപോലെ മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ച് പുറത്തിറങ്ങും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഒരു റേയുടെ കാര്യമാണ് വരച്ചത്. അപ്പോൾ ഇതേപോലെ ആവശ്യം പോലെ ലൈറ്റ് റേ ഇതിനകത്ത് കയറും, അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫേസിൽ നിന്ന് ഇതുപോലെ ലൈറ്റ് ഇറങ്ങി വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമണ്ട് സർഫസ് എന്ത് ചെയ്യും? ഇങ്ങനെ എന്ത് ചെയ്യും? അവിടെ നിന്ന് ലൈറ്റ് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. സോ ദിസ് ഈസ് കോൾഡ് ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് നോക്കൂ. ഇവിടെ ലൈറ്റ് ഇവിടെ വീണു. ഓക്കെ, ലൈറ്റ് ഇതിനകത്തേക്ക് കയറി. ഇവിടുത്തെ ഈ ആംഗിൾ കണ്ടോ? അപ്പോൾ ഈ ആംഗിൾ വളരെ ചെറുതാണ്. അപ്പോൾ ഒന്നും നമ്മുടെ വിഷയങ്ങളല്ല. ലൈറ്റ് നേരെ ഇവിടെ വന്ന് വീണു. അവിടെയാണ് വിഷയം. ലൈറ്റ് ഇവിടെ വന്ന് വീണു, ഇവിടെ നോർമൽ. ഇവിടുത്തെ ഈ ആംഗിൾ വളരെ ചെറുതാണ്. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ നമുക്കൊരു വിഷയമല്ല, അത് എത്ര ആയിക്കോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഇവിടുത്തെ ആംഗിൾ നമുക്ക് വിഷയമാണ്. നമുക്ക് ഇവിടെ ഇപ്പം ലൈറ്റ് സഞ്ചരിക്കുന്നത് ഡെൻസർ മീഡിയത്തിൽ കൂടെയാണ്. ഇനി ഇത് എയറിലോട്ട് ഇറങ്ങേണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ ഈ ആംഗിൾ ഇത്രയും ചെറുതാണെങ്കിലും ഇത് 24.4 വലുതായിരിക്കും. അപ്പോൾ ലൈറ്റ് അതേ ആംഗിൾ ഉണ്ടായിക്കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഇനി ഇവിടെ വന്ന് വീണു. ഇവിടെ വന്ന് വീണാൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ലൈറ്റിന് എയറിലോട്ട് കയറേണ്ടതാണ്, പക്ഷേ കയറത്തില്ല. കാരണം ഇവിടുത്തെ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതേ ആംഗിൾ ഉണ്ടായിക്കൊണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും. ഇങ്ങനെ മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാരണം ലൈറ്റ് ഡയമണ്ടിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഡയമണ്ടിൻ്റെ ഫേസുകളെല്ലാം ഇരുന്ന് ഷൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഞാൻ പറയാം. സി ഫിഗർ വരച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ പോലും. സി ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഡയമണ്ട് ഈസ് വെരി സ്മോൾ, അബൌട്ട് 24.4 ഡിഗ്രി. ലൈറ്റ് എൻറ്ററിങ് ഡയമണ്ട് falls on its inner walls. Okay, it undergoes repeated total internal reflections and come out. So this is a reason for the brilliance of diamond. Okay, once again, critical angle of diamond is very very small, so about 24.4 degree. Light entering diamond falls on its inner walls and undergoes repeated total internal reflection and emerges out. This is the reason for the brilliance of diamond. കൂടുതൽ ആഡംബരമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡയമണ്ടിൻ്റെ ബ്രില്യൻസിന് കാരണം അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ബിബിൻ ചോദിക്കുന്നു, ബിബിൻ്റെ ഭാര്യ ബിബിനോട് ആവശ്യപ്പെടുന്നു, എന്താണ് കാര്യം? അച്ചായ, എനിക്കൊരു ഡയമണ്ട് വേണം, നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയിലേ വരുന്നത്, അപ്പോൾ ഒരു ഡയമണ്ട് വേണമെന്ന് അവൻ്റെ വൈഫ് അവൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഓക്കെ ഞാൻ വാങ്ങിത്തരാം.
അപ്പോൾ അവൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, സി വാട്ട് ഈസ് എ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഡയമണ്ട്. അപ്പോൾ ഡയമണ്ടിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്ര? ഓക്കെ, അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ അവൾക്കറിയില്ല. ഓക്കെ, അപ്പോൾ അവൾക്കറിയില്ല. അപ്പോൾ അവളുടെ അടുത്ത ദിവസം അവൾ ചോദിക്കുന്നു, ചേട്ടാ എനിക്കൊരു ഡയമണ്ട് വാങ്ങിച്ചു തരുമോ? അപ്പോൾ അവൻ വീണ്ടും ക്രിട്ടിക്കൽ ആംഗിൾ ചോദിക്കുന്നു. ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു പോയി. ഓക്കെ, അവസാനം ക്രിട്ടിക്കൽ ആംഗിൾ ചോദിക്കാത്ത പയ്യന്മാർ വല്ലതും ഉണ്ടെന്ന് പെണ്ണ് നോക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വല്ല ഡയമണ്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വാങ്ങി കൊടുത്തേക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്? പറയൂ. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഡയമണ്ട് ഈസ് വെരി സ്മോൾ, about 24.4 degree. Light entering diamond, light falling on diamond enters inside, then it falls on the inner walls and it undergoes a repeated total internal reflection and comes out. This is a reason for the brilliance of diamond. കൂടുതൽ ആഡംബരമൊന്നുമില്ല. ഓക്കെ, അടുത്തേക്ക് പോകാലോ. നെക്സ്റ്റ്, ഒപ്റ്റിക്കൽ ഫൈബർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന്? നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒപ്റ്റിക്കൽ ഫൈബറിനെ. ചില സ്ഥലത്തൊക്കെ റോഡിൽ OFC എന്നും പറഞ്ഞൊരു കുറ്റിക്കല്ല് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. എന്താണ് OFC എന്ന് പറഞ്ഞാൽ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ വെട്ടി തോണ്ടരുത്, കേബിൾ പൊട്ടി പോകുന്നതാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ, ലോ ക്വാളിറ്റി ഒപ്റ്റിക്കൽ ഫൈബർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ റോഡിലൊക്കെ ഒരു ടൈപ്പ് ലൈറ്റ് കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു കാണും. ഇതുപോലത്തെ ഒരു സാധനം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഓക്കെ, ഈ സാധനം ഇരുന്ന് ഷൈൻ ചെയ്യുന്ന കാണാം. ഇത് ഇവിടെ ഒരു സ്വിച്ച് കാണും. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ ഈ തുമ്പറ്റത്തൊക്കെ ലൈറ്റ് കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ ഇരിക്കുന്നത് ഒരു ഫൈബറാണ്. ഈ ഫൈബർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബറാണ്. അതൊരു ലോ ക്വാളിറ്റി ഒപ്റ്റിക്കൽ ഫൈബറാണ്. അപ്പോൾ ഈ സാധനം നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അകത്തൂടെ ലൈറ്റ് കയറി പോകും. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അകത്തൂടെ ലൈറ്റ് കയറി പോകും. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ അടിയിൽ ഒരു LED ആയിരിക്കും വെച്ചിരിക്കുന്നത്. ആ LED എന്നുള്ള ലൈറ്റാണ് ഇതിൽ കൂടെ കയറി ഈ തുമ്പ് വരെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത്? അപ്പോൾ ഈ ലൈറ്റാണ് വരുന്നത്, LED എന്നുള്ള ലൈറ്റാണ് ഇതിനകത്തൂടെ സഞ്ചരിച്ച് വരുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അകത്തൂടെ എന്ത് കയറി വരും? ലൈറ്റ് കയറി വരും. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നതിന് ഞാൻ വലുതായിട്ട് വരയ്ക്കുകയാണ്. സി, ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് അല്ലെങ്കിൽ ക്വാഴ്സ് ആയിരിക്കും. ഗ്ലാസ് അല്ലെങ്കിൽ ക്വാഴ്സ് ഉപയോഗിച്ചാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫൈബർ മെറ്റീരിയലിനെ കോർ എന്നാണ് പറയുന്നത്. എന്താണ് ഇതിനെ പറയുന്നത്? കോർ എന്നാണ് ഈ ഫൈബർ മെറ്റീരിയലിനെ പറയുന്നത്. ഓക്കെ, ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ വെളിയിലായിട്ടൊരു കവറിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെളിയിലുള്ള കവറിങ് ആണ്. അപ്പോൾ ഈ കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാഡിങ്. ഈ കവറിങ്ങിൻ്റെ പേരെന്താണ്? ക്ലാഡിങ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഫൈബർ മെറ്റീരിയലിനെ പറയുന്ന പേര് കോർ എന്നാണ്. അതിനെ കവർ ചെയ്തുകൊണ്ടുള്ള മെറ്റീരിയലിൻ്റെ പേര് ക്ലാഡിങ് എന്നാണ്. ഓക്കെ, ഇനി കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ ക്ലാഡിങ് ആയിരിക്കും. പുറത്ത് വെച്ചോണം, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഈ കോർ എന്ന് പറയുന്നത് ഡെൻസറാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിൽ കൂടെ ലൈറ്റ് ഇങ്ങനെ കയറി ഇവിടെയാണ് വീണത്. ഈ പോയിന്റിൽ ഞാൻ നോർമൽ വരയ്ക്കാം, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പം ലൈറ്റ് വീണിരിക്കുന്നത് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിലാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ആംഗിൾ ചെക്ക് ചെയ്താൽ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതിപ്പോൾ ഡെൻസർ മീഡിയത്തിൽ കൂടെയാണ് ലൈറ്റ് സഞ്ചരിക്കുന്നത്. ക്ലാഡിംഗ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മെറ്റീരിയലാണ്, അപ്പോൾ റയറാണ്. അപ്പോൾ ഡെൻസറിൽ നിന്ന് റയറിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ ലൈറ്റ് അങ്ങോട്ട് കയറില്ല, പകരം അവിടെ നിന്ന് റിഫ്ലക്റ്റ് ആയി വരും അതേ ആംഗിൾ ഉണ്ടായിക്കൊണ്ട്. അപ്പോൾ അതേ ആംഗിൾ ഉണ്ടായിക്കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരും. കണ്ടോ? ഇപ്പോൾ ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതേ ആംഗിൾ ഉണ്ടാക്കി റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ ഈ ലൈറ്റിനി അടുത്ത മീഡിയമായ ഏതിലോട്ട് കയറണം? ക്ലാഡിങ്ങിലോട്ട് കയറേണ്ടതാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു നോർമൽ വരച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ലൈറ്റ് അതേ ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാരണം ലൈറ്റ് ഈ ഫൈബർ വഴി സഞ്ചരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ ഏത് ഒപ്റ്റിക്കൽ ഫൈബർ എടുത്താലും അതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, ഇനി ഈ ഫൈബർ ഈ ലൈറ്റിനെ വളരെ കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യൂ. അപ്പോൾ ഫൈബർ ലൈറ്റിനെ വളരെ കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യൂ.
ഇനി നമ്മളിപ്പോൾ ഈ ഫൈബറിനെ എത്രയൊക്കെ വളച്ചു വെച്ചാലും ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും എന്തായിരിക്കും, വലുതായിരിക്കും. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈബർ എത്ര വളഞ്ഞിരുന്നാലും നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും വലുതായിരിക്കും. ഇനി അപ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും, അതേ ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ട് റിഫ്ലക്ട് ചെയ്തു പോകും. അപ്പോൾ ഫൈബർ വളഞ്ഞിരിക്കുന്ന ഒരു വിഷയമല്ല. ഫൈബർ എത്രയൊക്കെ വളഞ്ഞിരുന്നാലും നമ്മൾ ആ ഫൈബറിനെ സംബന്ധിച്ച് ഈ ആംഗിൾ, ഇത് ഗ്ലാസ് അല്ലേ, ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ കുറവാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ലൈറ്റിന് എന്ത് സംഭവിക്കും, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുക. എപ്പോഴാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ വരണം. അപ്പോൾ ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ 40 ആണ്, അപ്പോൾ 40യേക്കാളും കൂടുതലാണ്. അപ്പോൾ ലൈറ്റിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാരണം ലൈറ്റ് മറു സൈഡിലെത്തും. ഓക്കെ, ഇനി ഫൈബർ ആണെങ്കിൽ ഇതിനെ വളരെ കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യൂ, ലൈറ്റിനെ കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യൂ. അപ്പോൾ ഇവിടുന്ന് കയറ്റി വിട്ട ലൈറ്റ് മിക്കവാറും അതേ രീതിയിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ കിട്ടും. ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഒരുപാട് ഉപയോഗമുണ്ട്. എൻഡോസ്കോപ്പി നടത്തുന്നു. എൻഡോസ്കോപ്പി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എൻഡോസ്കോപ്പി നടത്തുന്ന സമയത്ത് അവിടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ എൻഡോസ്കോപ്പി നടത്തുന്ന ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പിക്ചർ വെളിയിൽ കിട്ടണ്ടേ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി അവിടെ നിന്നുള്ള ലൈറ്റ് ഇതുപോലെ ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ കയറ്റി വിട്ടിട്ടാണ് അത് പുറത്തെത്തിക്കുന്നത്. എന്നിട്ട് അത് ഉപയോഗിച്ച് ഇമേജ് ഫോം ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, അപ്പോൾ ഇതാണ് ഈ പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്നു, ഇമേജ് ഫോം ചെയ്യിപ്പിക്കാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻഡോസ്കോപ്പിയൊക്കെ വീഡിയോസ് കയറി നോക്കുക, എൻഡോസ്കോപ്പി എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ. നിങ്ങൾ അതുപോലെ ബയോളജിയിലൊക്കെ എൻഡോസ്കോപ്പിയുടെ കാര്യം പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. അപ്പോൾ എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബറിനെയാണ്. പിന്നെ വേറെ എവിടെ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷന്. നമുക്ക് അറിയാമെന്നുള്ളല്ലേ, ഇപ്പോൾ എല്ലായിടവും ടെലികമ്മ്യൂണിക്കേഷൻ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചാണ് ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റൊക്കെ അറിഞ്ഞൂടെ. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറാണ് അവിടെയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷന് ഒപ്റ്റിക്കൽ ഫൈബറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കൊച്ചു സാധനം പറയാം. ഇപ്പോൾ ഇവിടെ ഒരു മൈക്ക് ഉണ്ടേ. അപ്പോൾ ഇതൊരു മൈക്കാണ്. ഈ മൈക്ക് ഉപയോഗിച്ച് നിങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ സൗണ്ടാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പം മൈക്കിനകത്തുനിന്ന് ഇലക്ട്രിസിറ്റിയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി, ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടായി. ഓക്കെ, ഈ ഇലക്ട്രിസിറ്റിയെ കൊണ്ടുവന്ന് നമ്മളൊരു ആംപ്ലിഫയറിൽ കയറ്റും. എവിടെയാണ്, ആംപ്ലിഫയർ കയറ്റിയിട്ട് അതിനെ ശക്തി കൂട്ടിയിട്ട് അതുപയോഗിച്ച് ഒരു LED കത്തിക്കുക. അപ്പോൾ ഒരു LED കത്തിക്കുക. ഓക്കെ, ഇപ്പോൾ LED കത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ സൗണ്ട് ഇപ്പോൾ എന്തായിട്ട് മാറി, സൗണ്ട് ഇവിടെ ലൈറ്റായിട്ട് മാറി. എന്നിട്ട് ഇവിടെ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈ ലൈറ്റ് LED കത്തുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റ് ഇതിൽ കൂടെ കയറി പോകും. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് ഭയങ്കര കൂടുതലാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ലൈറ്റ് ഹൈ സ്പീഡിൽ സഞ്ചരിച്ച് ഇവിടെ എത്തി. ഈ ലൈറ്റിനെ സൗണ്ടാക്കി വീണ്ടും കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് അവിടെ വയ്ക്കുക. ആ ഡിവൈസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കയറ്റി വിട്ടാൽ നമ്മുടെ സൗണ്ട് അപ്പുറത്തെ സൈഡിൽ വീണ്ടും കിട്ടും. അപ്പോൾ ഇതാണ് ദൂരെയൊക്കെ നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങ് ദൂരെ ഇരിക്കുന്ന അച്ഛനൊക്കെ വിളി കേൾക്കുന്നു. കാരണം എന്താ, അച്ഛന് ആ കോൾ എത്തുന്നതിൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇവിടെ സൗണ്ട്, ഓക്കെ, മൈക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ആക്കി. ആ ഇലക്ട്രിസിറ്റിയെ ഒരു ആംപ്ലിഫയർ കയറ്റി ആംപ്ലിഫൈ ചെയ്യാം. എന്നിട്ട് ഒരു LED കത്തിക്കാം. LED എന്നുള്ള ലൈറ്റിനെ ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ കയറ്റി വിടാം. മറു സൈഡിൽ ആ ലൈറ്റ് എത്തും. ആ ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും സൗണ്ടാക്കി മാറ്റുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചത് ടെലികമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ആരെ ഉപയോഗിക്കാം, ഒപ്റ്റിക്കൽ ഫൈബറിനെ യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് പറയുക, സോ വാട്ട് ഡു യു നോ അബൌട്ട് ഒപ്റ്റിക്കൽ ഫൈബർ, ജസ്റ്റ് അറിഞ്ഞു പോകാന്നുള്ളതേ ഉള്ളൂ. ഒപ്റ്റിക്കൽ ഫൈബർ, വാട്ട് ഡു യു നോ അബൌട്ട് ഒപ്റ്റിക്കൽ ഫൈബർ? ഒപ്റ്റിക്കൽ ഫൈബർ works on the base of total internal reflection. Then optical fiber is made of glass or quartz. The fiber material is core. It is covered with a material of low refractive index called cladding. Light entering the fiber falls at core cladding interface. It undergoes a total internal reflection, and due to multiple total internal reflection, light reaches the other end. Then absorption by the fiber is minimum, so almost the entire light reaches the other end. This can be then one more thing, see, even if the fiber is bent, the angle of incidence will be greater than critical angle, so nothing happens to the light entering the fiber, it will reach the other end. So this can be used for endoscopy, telecommunication, etc.
കൂടുതലൊന്നും പറയില്ല. സോ once again you have to say, so what do you know about optical fiber? Optical fiber works on the base of total internal reflection. See, then അടുത്തെന്താണ് പറയേണ്ടത്? Optical fiber is made of glass or quartz. Then the fiber material is called core. It is covered with a material of low refractive index called cladding. Light entering the fiber falls at the core cladding interface. It undergoes total internal reflection as the angle of incidence is greater than critical angle. Due to multiple total internal reflection from inner walls, the light reaches the other end. Even if the fiber is bent, the angle of incidence will be greater than critical angle, so light can reach the other end. Then absorption by the fiber is minimum, so almost the entire light reaches the other end. Then അടുത്തെന്താണ് വേറെ വല്ലതും പറഞ്ഞോ? So it can be used in endoscopy, it is used in telecommunication, etc. Okay, അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. So we move to the next section. Okay, next one more point regarding our optical fiber. സോ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിനെ പറ്റി പറഞ്ഞു എന്താണ് അതിനകത്ത് ലൈറ്റ് കയറുന്ന ലൈറ്റിൻ്റെ ആൾമോസ്റ്റ് എൻ്റയർ പാർട്ടും മറു സൈഡിലെത്തും. അബ്സോർപ്ഷൻ ബൈ ദ ഫൈബർ ഈസ് മിനിമം എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ പറഞ്ഞ അടുത്തൊരു പോയിന്റാണ് മാക്സിമം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ മിനിമം ലോസ് ഓഫ് എനർജി. ഒപ്റ്റിക്കൽ ഫൈബറിൽ ലൈറ്റ് കയറ്റി വിടുമ്പോഴത്തേക്ക് മിനിമം എനർജി ലോസേ ഉണ്ടാവും. അതായത് കയറ്റി വിടുന്ന ലൈറ്റ് മൊത്തം അപ്പുറത്ത് കിട്ടണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര ആയിരിക്കണമെന്നാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ എന്നാണ്. ഇവിടെ n1 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ, n2 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക. സോ വാട്ട് ഈസ് എ മാക്സിമം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് for minimum energy loss in an optical fiber? So what is an angle? I is equal to sine inverse root of n1 square minus n2 square. ഒന്നുകൂടെ പറയൂ. What is a maximum angle of incidence? What is a maximum angle of incidence? എനിക്ക് തെറ്റിയപ്പോഴത്തേക്ക് അവൻ്റെ ചിരിയണ്ട നോക്കോ. What is a maximum angle of incidence for minimum loss of energy? What is a maximum angle of incidence for minimum loss of energy? I is equal to സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. അത് ഓർത്ത് വെച്ചോണം. ഓക്കെ, അടുത്തേക്ക് പോകാലോ.